എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് ഉണ്ടെന്ന് ആരോപിച്ചല്ലേ ശ്രീ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ശ്രീ ദിലീപിനെതിരെ പൊതുസമൂഹത്തിൽ ഈ രഹസ്യ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്, നമുക്ക് അറിയില്ല. വെളിയിൽ വന്നപ്പോ ദിലീപിനെതിരെ ഏതെങ്കിലും ഒരു തെളിവെങ്കിലും, എന്തായാലും മാധ്യമങ്ങളെ കാര്യമായി ഉപയോഗിച്ചാണല്ലോ ഈ കേസ് നടത്തിയത്, ഏതെങ്കിലും കടുകുമണി അയോട്ട ഓഫ് എവിഡൻസ് ശ്രീ ദിലീപിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞോ? ഉദാഹരണം, ദിലീപും പൾസർ സുനീവ് ഏതെങ്കിലും ഒരു ടവർ ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടോ? ദിലീപ് പൾസർ സുനിക്ക് കാശ് ഇട്ട് കൊടുത്തതിന് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കണക്ടിങ് ഇവിടെ ദിലീപിന് ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് കേസ് പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. അങ്ങനെ മനസ്സിലായ ജഡ്ജിയെ ചെയ്ത എന്താ? ജഡ്ജിയുടെ ഹസ്ബൻഡിന് ഇവരുമായിട്ട് രഹസ്യ ബന്ധമുണ്ടെന്ന് പറഞ്ഞു, ജഡ്ജിയുടെ അച്ഛന് രഹസ്യമുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഹണിയം വർഗീസ് എന്ന അമ്മ, ജഡ്ജി പോട്ടെ, അമ്മ കോടതിയിൽ പറഞ്ഞ വാക്കുകളാണ്, രാഹുൽ ഈശ്വർ അല്ല. എന്റെ 12 വയസ്സുള്ള മോളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഒരു ഈ കേസിലേക്ക് വലിച്ചിട്ടു എന്ന് ഒരു ജഡ്ജി കോടതിയിൽ പറയുകയാണ്. എന്താ ചെയ്തതെന്നറിയാം? അവിടെയാണ് ഈ സ്ത്രീകളുടെ മഹത്വം. ഞങ്ങൾ പുരുഷന്മാരാണ് ആ ജഡ്ജിയായിട്ടിരുന്നെങ്കിൽ നമ്മൾ തകർന്നു പോയേനെ. കാര്യം ഇത്രയും മീഡിയ പ്രഷർ വരുമ്പോൾ അവസാനം പണ്ടാരം ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുകൂടെ എനിക്കെന്തെന്ന് വിചാരിച്ചേനെ. പക്ഷേ ഒരു സ്ത്രീയുടെ നീതിബോധമാണ് അവിടെ കണ്ടത്. കാര്യം അവരൊരിക്കലും സ്ത്രീ വിരുദ്ധയാണെന്ന് മുദ്ര കുത്തി ചാപ്പയടിക്കാൻ പറ്റില്ലല്ലോ, സ്ത്രീ കൂടി ആയതുകൊണ്ട്. അവരെ പ്രഷറൈസ് ചെയ്ത് സമ്മർദ്ദത്തിലാക്കി കേസ് ജയിക്കാന്ന് വിചാരിച്ചത്. സാറേ, എന്ത് ചെയ്യാൻ പറ്റും? ദിലീപിനെതിരെ കടുകുമണി പോലും തെളിവില്ല. ഒരു തെളിവുമില്ലാതെ ദിലീപിനെ 85 ദിവസത്തോളം ജയിലിൽ അടയ്ക്കുകയും പിന്നീട് ദിലീപ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരുന്നു. ഒരു കാര്യം കൂടെ, ദിലീപ് ഒരു വരി കൂടെ ആഡ് ചെയ്തോട്ടെ, കറക്റ്റ് ആയിരിക്കും. കേരള ചരിത്രത്തിൽ നമ്മുടെ മാധ്യമങ്ങളെയും കൂടെ വെച്ചാണ്, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, എനിക്ക് മാധ്യമങ്ങളെ ഇഷ്ടമാണ്, സെൽഫ് ക്രിട്ടിക്കലായിട്ടും കൂടിയാണ്. ചാരക്കേസും നമ്പിനാരായണന്റെ കേസും കഴിഞ്ഞാൽ കേരള പോലീസിന്റെയും മാധ്യമങ്ങളുടെയും ദ ലോവസ്റ്റ് പോയിന്റ് ഈസ് ദിലീപ് കേസ്. ചാരക്കേസിൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞനായ നമ്പിനാരായണനെ 50 ദിവസം ജയിലിട്ടിട്ട് രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി വേട്ടയാടി ഒരു ബന്ധവുമില്ലാത്ത ആ മനുഷ്യൻ മാലദ്വീപിലെ സ്ത്രീകൾ വഴി പാകിസ്ഥാൻ ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ വിറ്റു എന്ന കള്ളക്കഥ ഉണ്ടാക്കിയ കേരള പോലീസിലെ ചില ആൾക്കാരെ പോലെ ശ്രീ ദിലീപ് 86 ദിവസം ജയിലിൽ കിടന്നതാണ്. ഒന്ന് ഓർക്കണം, നമ്മുടെ രാജ്യത്തിന്റെ ISROയിലെ ശാസ്ത്രജ്ഞൻ ഇന്ത്യക്ക് പോലും ക്രയോജനിക്കില്ല, അതിന്റെ സാധനം മാലദ്വീപ് വഴി പാകിസ്ഥാനിലെ ISIക്ക് വിറ്റു എന്ന് കഥ ഉണ്ടാക്കുന്നവരാണ് ഈ പോലീസുകാർ. ദൈവത്തെ ഓർത്ത് സിനിമയിൽ പോകണം, നിങ്ങൾ നല്ല കഥകൾ എഴുതണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇരുന്ന് ഈ കഥകൾ എഴുതരുത്. അതിന്റെ ഒരു തെളിവും കൂടെ അങ്ങേക്ക് കൺവിൻസ്ഡ് ആകുന്ന, കേട്ടോണ്ടിരിക്കുന്നവർ കൺവിൻസ്ഡ് ആകുന്ന ഒരു ചോദ്യം ചോദിക്കാം. ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസുണ്ടല്ലോ, അതെന്തായി? അതിനെക്കുറിച്ച് എന്തേ ആരും അന്വേഷിക്കാത്തത്? പോലീസുകാരുടെ ജീവന് വിലയില്ലേ? പോലീസുകാർ 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു. ഓർമ്മയുണ്ടോ? ഗ്രൂപ്പിലിട്ട് തട്ടും. അതായത് നമ്മുടെ കിങ് ലെസനുടെ പോലെ ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു. ശ്രീ ബാലേന്ദ്രകുമാർ അദ്ദേഹത്തെ അവസാന കാലം ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ, നമ്മളിപ്പം വിട്ടകന്നു. ഞാൻ അദ്ദേഹത്തിന് എന്നാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നു അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാകുന്ന വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ വ്യക്തിപരമായി ഞാൻ ബഹുമാനം സൂക്ഷിച്ചിരുന്നു. ആശയപരമായ വ്യത്യാസമൊക്കെയാണ്. ബാലേന്ദ്രകുമാർജി അടക്കമുള്ള ആൾക്കാർ വന്ന് ഗ്രൂപ്പിലിട്ട് തട്ടും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. എന്തേ ആ 4 പോലീസുകാരെ കൊന്ന കേസിൽ ആർക്കും ദണ്ഡമില്ലേ? അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ച കേസിൽ തെലുങ്ക് സിനിമ മോഡൽ പറഞ്ഞല്ലോ, കാവ്യാമാധവനാണ് മാഡം എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ 3-4 ദിവസം ഏറ്റവും പ്രമുഖമായ ചാനലുകൾ കാവ്യാമാധവനാണോ മാഡം എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാതിയല്ലോ. എന്നിട്ട് പറഞ്ഞാൽ മതി കാവ്യാമാധവനാണെന്നും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുന്നവന് കാവ്യമാധവനാണ് മാഡം എന്നല്ലേ? ഇത് നമ്മുടെ ബിജു മേനോന്റെ ഉണ്ടത്ര ടെക്നിക്കാണ്. ഉണ്ടത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിഫോമേഷൻ വരാൻ പറ്റില്ല. അതായത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് കാവ്യാമാധവൻ ഇതിന്റെ പിന്നിൽ ഉണ്ടത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാവ്യാമാധവന് കേസ് കൊടുത്താലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് മീഡിയക്കാർക്ക് പറയാം. കാവ്യാമാധവനാണ് മാഡം, കാവ്യയുടെ അമ്മയാണ് മാഡം. പിന്നെ വേങ്ങരയിലെ മുസ്ലിം ലീഗിന്റെ നേതാവിന് 50 ലക്ഷം രൂപ കൊടുക്കാൻ പോയി. ഗോൾച്ചനുമായിട്ടുള്ള ബന്ധം, ദാവൂദ് ഇബ്രാഹിമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ എവിടെ പോയി? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.